കേരളത്തിന്റെ ബോർഡർ ജില്ലയാണ് കന്യാകുമാരി ജില്ല. അവിടെ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പിടിയിലായി. നാഗർകോവിൽ നേശമണി നഗർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ അൻപ്രകാശാണ് ഇപ്പോൾ പിടിയിലായത്. റിനു ശ്രീധർ വാർത്തയുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ റിനു. ദിവസങ്ങൾക്ക് മുമ്പാണ് നാഗർകോവിൽ സ്വദേശിയായിട്ടുള്ള രാജൻ ഈ നാഗർകോവിലെ തന്നെ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലെ നേശമണി പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസുമായി എത്തുന്നത്. 3 ലക്ഷം രൂപ ഈ കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടി വേണമെന്നുള്ളതാണ് അൻപ് പ്രകാശ്, അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യപ്പെട്ടതനുസരിച്ച് കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടി രാജൻ കയ്യിലുണ്ടായിരുന്ന 1,85,000 രൂപ ഈ സർക്കിൾ ഇൻസ്പെക്ടർക്ക് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ബാക്കി തുക നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കാലതാമസം ഉണ്ടായി. പക്ഷേ നിരന്തരം ഈ രാജനെ വിളിച്ച് ഈ അൻപ് പ്രകാശ് ശല്യം ചെയ്യുന്ന ഒരു സാഹചര്യം, ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാക്കി 1,15,000 രൂപ എത്രയും പെട്ടെന്ന് നൽകണമെന്നായിരുന്നു ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ ആവശ്യം. തുടർന്നാണ് ഈ രാജൻ വിജിലൻസിനെ സമീപിക്കുന്നത്. തുടർന്ന് വിജിലൻസ് നൽകിയ 1,15,000 രൂപയുമായി അരുൾവാമൊഴിയിലെ ഈ അൻപ് പ്രകാശിന്റെ വീട്ടിലേക്ക് എത്തി ഈ പണം കൈമാറി. ആ സമയം തന്നെ വിജിലൻസും അവിടെ എത്തുകയും അൻപ് പ്രകാശിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും അത് വാങ്ങിക്കുമെന്നും അദ്ദേഹം സമ്മതിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.